Hi, hello everyone. 13th April 2025, 6:30 p.m. Started journey from Manimala to Malayattur as pilgrims. After 12 o'clock in the night, we reached there at the valley of St. Thomas Mount. ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ടവരെല്ലാം മല കയറുന്ന ഭാഗമാണിത്. അല്ലാത്തവരുമുണ്ട്. പതിനായിരങ്ങളാണ് കയറുന്നത്. ഒത്തിരി നാട്ടിൽ നിന്ന് വന്ന ഒത്തിരി ജനങ്ങളുണ്ട്. അവരുടെ ഇടയിൽ ഞങ്ങളും ഉണ്ടെന്നേ ഉള്ളൂ. ഉപ്പുറ്റുവേദനയും ബാക്ക് പെയിനും ഒക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. എങ്ങനെ ഇവിടെ കയറി പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. സെന്റ് തോമസ് മൗണ്ട് മലയാറ്റൂർ 2ാം സ്ഥലം കഴിഞ്ഞു. ഒരു വടി ഉപയോഗിച്ച് ഞാനും അങ്ങ് കയറുകയാണ്. കുടിക്കാനും മുഖം കഴുകാനും ഒക്കെ ശുദ്ധജലം കിട്ടും. ടാപ്പും വാട്ടർ പ്യൂരിഫയറും ഒക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. നിറച്ചും കല്ലുകളെന്ന് പറഞ്ഞാൽ നിറച്ചും കല്ലുകളാണ്. ആ കല്ലുകളിലൊക്കെ ഇരുന്ന് വിശ്രമിച്ചിട്ട് പതുക്കെ കയറി പോയാൽ മതി. ഏകദേശം 2 മണിക്കൂർ ഒക്കെ എടുക്കും. ചിലപ്പോൾ അല്പം കൂടി സമയം എടുത്തെന്ന് വരും. അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും അത്. ഞാൻ കയറിയത് എനിക്ക് എക്കാലവും ഒരു അത്ഭുതവും അനുഗ്രഹവുമാണ്. 1ാം സ്ഥലം വരെ പോലും കയറുമെന്ന് പറഞ്ഞല്ല ഞാൻ പോയത്. അത്ര ഭയങ്കര മൗണ്ടനാണത്. പക്ഷെ എങ്ങനെന്നറിയില്ല, ഞാൻ വാങ്ങിയ വടി ഉപയോഗിച്ച് ഞാൻ ഒരു വിധത്തിൽ കയറുകയും ചെയ്തു. ഇത് ആനകുത്തിപ്പള്ളി എന്ന് പറയും. ഈ പള്ളിയിൽ കാട്ടാന വന്ന് കുത്തിയുള്ള കുഴികളാണ് കാണുന്നത്. നേരെ പടികൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് തോമാസ് ലീഹായുടെ സ്റ്റാച്യു ആണ്. അതൊരു വലിയ ചില്ലുകൊണ്ടുള്ള രൂപക്കൂട്ടിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇന്നവരെല്ലാം തന്നെ അതിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഇതാ ഞാനും അവിടെ എത്തി. ആനകുത്തിപ്പള്ളി എന്ന കൊച്ചു പള്ളിക്കകത്ത്, അത് തീരെ ചെറിയൊരു പള്ളിയാണ്, അതിനകത്ത് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ തൊട്ട് പ്രാർത്ഥിക്കാനാണ് ഈ ലൈൻ നിൽക്കുന്നത്. ഓരോരുത്തരും അതിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോകുന്നു. തൊട്ട് താഴെ മറ്റൊരു കൊച്ചു പള്ളിയും കൂടിയുണ്ട്. ആ കൊച്ചു പള്ളിയിൽ ഇപ്പോൾ വിശുദ്ധ കുർബാന നടക്കുകയാണ്. ഇതെന്താണെന്ന് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. പ്രാർത്ഥനകൾ, അതായത് ഈ നിയോഗങ്ങൾ എഴുതിയിടാനുള്ള സ്ഥലമാണോ എന്തോ. ഹോളി മാസ് കൂടാനുള്ള സമയമില്ല, അതുകൊണ്ട് ഇപ്പുറത്തേക്ക് വന്നു. ഈ കാണുന്നത്, അതായത് ഈ ചില്ലുകൂടിനകത്ത് കാണുന്നത്, സംരക്ഷിച്ചിരിക്കുന്നത് വിശുദ്ധ തോമാസ് ലീഹായുടെ പാറമേൽ പതിഞ്ഞ പാദമുദ്രയാണ്. 2 പാദങ്ങൾ കാണാം. പാറമേൽ പാദമുദ്രകൾ മാർക്ക് ചെയ്തിരിക്കുന്നതിനകത്ത് 2 പാദമുദ്രകൾ കാണാം. These are the footsteps of Saint Thomas. It's seen on the rock. സൂക്ഷിച്ച് നോക്കിയാൽ അത് പാറ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകും. അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും അല്ല എന്ന് കുറച്ചു നേരം സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. മൂത്തപ്പൻ്റെ കുരിശ്, പിന്നെ മൂത്തപ്പൻ്റെ സ്റ്റാച്യു അല്ലെങ്കിൽ മൂത്തപ്പൻ്റെ രൂപം, തോമാസ് ലീഹായുടെ രൂപം. വിശുദ്ധ തോമാസ് ലീഹ പ്രാർത്ഥിക്കാനായി പോയിരുന്ന മലയാണല്ലോ സെൻറ്റ് തോമസ് മൗണ്ട് എന്നറിയപ്പെടുന്നത്, മലയാറ്റൂർ മല. അവിടെ പണ്ട് ഒത്തിരി വരയാടുകൾ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thanks for watching and happy joyful Easter.